ഞാൻ ഏറ്റവും കൂടുതൽ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തൊരു വ്യക്തി അനു തന്നെയാണ്. കാരണം ആള് കാണിക്കുന്ന ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഞാനും ജെന്യുയിനാണെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ അത് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ജസ്റ്റ് ഫോർ കോണ്ടന്റ് ആയിരുന്നു എന്നെനിക്ക് പിന്നീട് ഈ അടുത്ത് എനിക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആള് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. പക്ഷെ അതൊന്നും ഉള്ളെടുക്കാതെ ഒരു ജെന്യുയിൻ ബോണ്ട് എൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടായിരുന്നു. ഞാനത് തിരിച്ചും നല്ലതാണെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കിത് മനസ്സിലായി. അയ്യോ, ഇപ്പോ അനുമോള് അവൾക്ക് ഫേക്ക് ഫ്രണ്ട് ആതിരയ്ക്ക്, അതായത് ആത്മാർത്ഥമായി ഞാൻ സ്നേഹിച്ചു, പക്ഷെ തിരിച്ചുണ്ടായിരുന്ന സ്നേഹം കണ്ടന്റിന് വേണ്ടിയായിരുന്നു അത്രേ. അല്ല, നിങ്ങൾ എപ്പോഴാണ് അനുമോളെ ആത്മാർത്ഥമായി സ്നേഹിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആദില പുറത്താവുന്നതിന് തൊട്ട് മുമ്പ് മീൻസ് പുറത്തായതിനു ശേഷം നൂറനെ ഹഗ് ചെയ്തിട്ട് പറയുന്നുണ്ടായിരുന്നു. നൂറ പറയുന്നുണ്ട്, അയ്യോ ഇനിയിപ്പോ നമുക്ക് ആരാ ജയിക്കാന്നൊക്കെ അറിയാലോ, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ എന്ന് നൂറ പറയുന്ന സമയത്ത് ആദിലവിടെ ചോദിക്കുന്നുണ്ട്, പറയട്ടെ ഞാൻ പറഞ്ഞിട്ട് പോട്ടെ എന്ന് പറയുമ്പോൾ വേണ്ട ഇനിയിപ്പോ ഒന്നും പറയാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആദില അവിടെ നിന്ന് ഇറങ്ങിപ്പോരുന്നു. ഇതാണോ കൊച്ചെ റിയൽ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്? അവിടെ അനുമോളെ തേച്ചൊട്ടിക്കാനായിട്ട് നിങ്ങൾ ഉണ്ടാക്കുന്ന കള്ളങ്ങളും നുണകളും നിങ്ങൾ അവിടെ പരത്തുന്ന കാര്യങ്ങളും ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഈ 90-95 ദിവസമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും ലൈവിലും എപ്പിസോഡിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അനുമോളെ കുറിച്ച് നിങ്ങൾ ഒരുപാട് പറയുന്നുണ്ട്, ഒരുപാട് മോശമായിട്ട് പറയുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്കെതിരെ അനുമോൾ അവിടെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അവിടെ ആകെ സംസാരിച്ച ഷാനവാസിന്റെ അടുത്താണ് കഴിഞ്ഞ ദിവസം ആദിലെ ജയിക്കാൻ വേണ്ടി എന്തും ചെയ്യും എന്നുള്ളൊരു കാര്യം. അതുമാത്രമല്ലാതെ നിങ്ങളെക്കുറിച്ച് മോശമായിട്ട് നിങ്ങൾ പറഞ്ഞ രഹസ്യങ്ങളോ എന്തെങ്കിലും അനുമോൾ അവിടെ പറഞ്ഞ് നിങ്ങളെ നാറ്റിക്കുന്നത് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു തരാൻ പറ്റുമോ? ഒരു കാര്യം കാണിച്ചു തരാനായിട്ട് സാധിക്കുമോ? പക്ഷെ നിങ്ങൾക്കെതിരെ കാണിച്ചു തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 100,000 കാര്യങ്ങൾ എന്തിനാ അനുമോൾക്ക് കാണിച്ചു തരാൻ അറിയില്ല. അനുമോൾക്ക് അറിയില്ല നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു എന്ന്. പ്രേക്ഷകർക്ക് ചൂണ്ടിക്കാണിച്ചു തരാനായിട്ട് ഒരു 100,000 കാര്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഫ്രണ്ട്ഷിപ്പിന്റെ ആത്മാർത്ഥതയെ കുറിച്ച് പറയാനായിട്ട് നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണുള്ളത്? ഇന്നലെ ആ വീഡിയോ കാണിച്ച സമയത്ത് അവിടെ അനുമോളെ വന്ന് നിങ്ങൾ ഹഗ് ചെയ്ത് ഉമ്മ വയ്ക്കുന്നു, പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്തു എന്ന് പറയുന്നു. എന്നിട്ട് അപ്പുറത്ത് പോയിരുന്ന് ശൈത്യമായി സംസാരിക്കുമ്പോൾ അനുമോള് സംസാരിക്കുന്ന സമയത്ത് ഇപ്പുറത്തിരുന്ന് നിങ്ങൾ അനുമോളുടെ കുറ്റം പറഞ്ഞ ആൾക്കാരല്ലേ? ഇതാണോ നിങ്ങളുടെ റിയൽ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്? അനുമോളുടെ അച്ഛന്റെയും അമ്മയുടെയും സഹോദരിയും അനുവിന്റെയും നമ്പർ അല്ലാതെ മറ്റൊരു നമ്പർ അറിയില്ല എന്ന് അവിടെ തറപ്പിച്ച് പറഞ്ഞ് അപ്പോ ഇവിടെ പെട്ടു എന്ന് മനസ്സിലായ സമയത്ത് രാത്രി ഇരുന്നിട്ട് നൂറ് അക്ബറിന്റെ അടുത്തിരുന്ന് പറയാണ് അവൾ അച്ഛന്റെ നമ്പർ അങ്ങടാൻ തോന്നുന്നു തന്നത്. അപ്പോ അതിനു മുമ്പ് ഇരുന്ന് സംസാരിച്ചത് അവൾ തന്നത് അവളെ PR-ന്റെ നമ്പർ അല്ലേ, എന്നിട്ട് നമ്മുടെ അടുത്ത് അക്ബറിനെ കരിവാരി തേക്കാൻ പറഞ്ഞിട്ടല്ല നമ്പർ തന്നത്, നീയും കേട്ടതല്ലേ അത്. എന്നിട്ട് രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് ഭയങ്കരമായ ചർച്ച നടത്തി പ്രേക്ഷകരിലേക്ക് അത് എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ട് പിന്നീട് രാത്രി ഇരുന്ന് അക്ബറിന്റെ അടുത്ത് ഈ കാര്യം പറഞ്ഞു കൊടുക്കാണ്. അത് അച്ഛന്റെ നമ്പർ ആണെന്നാണ് പറയുന്നത്, പക്ഷേ എന്താണ് അക്ബറിനെ കരിവാരി തേക്കുക, അക്ബറിനെ വീക്കെൻഡ് എപ്പിസോഡിൽ വെള്ള പൂശുന്നു എന്നൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു, ഇതിനൊക്കെ എതിരെ ഒന്ന് പ്രവർത്തിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് തന്നതെന്ന്. അല്ല, ആ സമയത്ത് എന്ത് എതിർക്കാനായിട്ട് കഴിഞ്ഞില്ല നിങ്ങൾക്ക്? എങ്കിൽ പിന്നെ ഇത്രയും വിഷമം നിങ്ങൾക്ക് അക്ബറിനെ കരിവാരി തേക്കാനാണ് അനുമോൾ പറഞ്ഞെങ്കിൽ ഇത്രയും വിഷമം നിങ്ങൾക്ക് ആയതെങ്കിൽ എന്തുകൊണ്ട് അന്ന് തന്നെ നിങ്ങൾ ആരും പ്രതികരിച്ചില്ല? അപ്പോൾ നിങ്ങളുടെ ആവശ്യം കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്തും പറയാം ചെയ്യാം എന്നായി എന്നല്ല ഇതിനർത്ഥം. മുമ്പ് പറഞ്ഞു അത് PR-ന്റെ നമ്പറാണെന്ന്, ഇപ്പൊ നിങ്ങൾ തന്നെ സമ്മതിക്കുന്നു അവളുടെ അച്ഛന്റെ നമ്പറോ മറ്റാണെന്ന് തോന്നുന്നു തന്നത് എന്നുള്ളത്. അവിടെ ഷാനവാസ് അനുമോളുടെ അടുത്ത് ചോദിച്ചപ്പോൾ അനുമോൾ പറഞ്ഞു എനിക്ക് ആ PR-ന്റെ നമ്പറൊന്നും എനിക്കറിയില്ല എൻ്റെ ചേട്ടാ, എൻ്റെ ഫാമിലിയിലെ എൻ്റെ ആ നമ്പറെന്നോ മറ്റാണ് പറയുന്നത്, അച്ഛൻ്റെ നമ്പറെന്നോ എന്നാണ് പറയുന്നത് അനുമോള് ഞാൻ കൊടുത്തത് എന്ന് അനുമോളോട് കൃത്യമായി പറയുന്നുണ്ട്. എന്നിട്ട് ആ നമ്പർ പോലും കാണിച്ചു തരാൻ വേണ്ടി തെളിവ് ചോദിക്കുമ്പോൾ അതിൽ അയ്യോ ഞാനത് കളഞ്ഞു ഇത്ര, വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇട്ടു ഇത്ര, ഫ്ലഷ് ചെയ്ത് കളഞ്ഞു. അന്ന് ആദിലയുടെ നമ്പർ അനുമോൾക്ക് എഴുതി കൊടുത്തത് ഇന്നും അനുമോൾ അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിൽ ആരാണ് നുണ പറയുന്നത് എന്ന് നമുക്ക് ഇതിൽ നിന്ന് തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഇനി അതും പോട്ടെ, ഇന്നലെ രാത്രി നടന്ന നാടക സംഭവവികാസങ്ങൾ നിങ്ങൾ അറിഞ്ഞായിരുന്നോ? എത്ര പേര് കണ്ടു എന്ന് എനിക്കറിയില്ല. ഭയങ്കരമായ സംഭവവികാസങ്ങളൊക്കെ നടന്നു. കൃത്യമായ പ്ലാനിങ്, ആസൂത്രണം ഇതൊക്കെ നടത്തിക്കൊണ്ട് അനുമോൾക്കെതിരെ അവിടെ നടത്തുന്ന പ്ലാനിങ്ങിന്റെ അബദ്ധവശാൽ എല്ലാ കാര്യങ്ങളും ഇന്നലെ അവിടെ പൊളിഞ്ഞു വീണു. അവിടെ കലാഭവൻ സരിക പറയുന്നുണ്ട് എന്റെ മുന്നേ ഇതൊക്കെ ഇത്ര വിഷമാണ് എന്റെ ദൈവമേ, ഇവൾക്കൊക്കെ എന്തിന്റെ കേടാണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. അവിടെ നിന്ന് നെഗറ്റീവ് ആവാതെ പുറത്തിറങ്ങിയതും പോരാ, ഇനി ഇത്രയും വിഷ ജന്തുക്കളാണെന്ന് പ്രേക്ഷകർ തിരിച്ചറിഞ്ഞ ഒരു നിമിഷമാണ് കേട്ടോ. വന്നിരുന്ന് പറയാണ് നിങ്ങൾ ഇതൊക്കെ ചെയ്തിട്ട് ശൈത്യയുടെ അടുത്ത് ചോദിക്കാണ്, നിങ്ങൾ ഇത്രയൊക്കെ ചെയ്ത് വെച്ച് എല്ലാ കാര്യങ്ങളും നമ്മൾ പ്ലാൻ ചെയ്ത പോലെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം പിന്നെ ആ വീഡിയോ കണ്ടതിന് ശേഷം അവളെ പോയിട്ട് കെട്ടിപ്പിടിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ നിങ്ങൾക്ക്? ഇപ്പൊ പ്രേക്ഷകർ വിചാരിക്കില്ലേ അവളെ ഭാഗത്ത് തെറ്റൊന്നുമില്ല, നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾക്ക് ഒരു വിഷമമില്ല എന്ന് വിചാരിക്കില്ലേ? നമ്മൾ ഇത്രയൊക്കെ ഒപ്പിച്ച് വെച്ചിട്ട് നിങ്ങൾക്ക് പോയിട്ട് ഹഗ് ചെയ്യേണ്ട വല്ല ആവശ്യമുണ്ടോ? അപ്പൊ ശൈത്യ ശരിയെ ചേച്ചി പറ്റിപ്പോയി ചേച്ചി, അവള് ആകെ അങ്ങ് വെളുപ്പിച്ചെടുത്തു. അവളുടെ കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു, അവളുടെ PR-ന്റെ കാര്യങ്ങളും അവൾക്ക് 30 ലക്ഷം ലോണുള്ള കാര്യം എല്ലാ കാര്യങ്ങളും അവള് ബോധിപ്പിച്ചു. ഞാൻ ആകെ പെട്ടുപോയി ചേച്ചി എന്ന് അവിടെ ഇരുന്ന് ശൈത്യ പറയുന്നു. അപ്പോ ഇവരുടെ പ്ലാനിങ് എത്രത്തോളം ഉണ്ടെന്ന് നോക്കണേ.
അത് മാത്രമല്ല അവിടെ ശൈത്യ പറയുന്നുണ്ട്, ചോദിച്ചോ പുറത്തിറങ്ങിയിട്ട് സംസാരിച്ചാൽ മതിയായിരുന്നു, ഇവിടെ വെച്ച് സംസാരിക്കണ്ടായിരുന്നു, എല്ലാതും പൊളിഞ്ഞു പോയി എന്ന്. അപ്പൊ നമ്മുടെ ബെന്നിയുടെതൊക്കെ മറ്റൊരു ഡയലോഗ്, അയ്യോ നമ്മളിവിടെ വന്നിട്ട് ഈ ചെയ്തത് മുഴുവൻ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്തതാണ് അതിലെന്നുള്ളത് ജനങ്ങൾ വിചാരിക്കില്ലേന്ന്. അയ്യോ എന്റെ കുത്തിത്തിരിപ്പ് ബിന്നി, അയ്യോ ഇവിടെ ഇരുന്ന് കുത്തിത്തിരിപ്പ് മുഴുവൻ കാണിച്ചു കൂട്ടിയിട്ട് പ്രേക്ഷകർ ഇവിടെ ഇരുന്നിട്ട് എല്ലാം നിന്റെ കളി മനസ്സിലാക്കിയതാണ്. പിന്നെ മറ്റൊരു കാര്യം കേട്ടോ, നിനക്ക് കുത്തിത്തിരിപ്പെന്ന് പേരിട്ട് നിന്റെ സ്വന്തം അക്ബർ തന്നെയാണ്, അല്ലാതെ പ്രേക്ഷകരല്ല കേട്ടോ. ആ പേര് ഏറ്റി വിളിക്കുകയെ പ്രേക്ഷകർ ചെയ്തിട്ടുള്ളൂ. എന്നിട്ടിപ്പോ അനുമോളുടെ ഫാൻസ് ആണ് അവളെ അങ്ങ് മോശക്കാരിയാക്കിയെന്നുള്ള മട്ടിലുള്ള അവളുടെ ഒരു സംസാരം ഉണ്ടല്ലോ. വെറും കൂതറകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലും വലിയ കൂതറ വരെയുണ്ട്. ആ സമയത്ത് നമ്മുടെ സരിക ഇരുന്നിട്ട് ശാരിക ഇരുന്നിട്ടോ യെസ് യെസ് അങ്ങനെ തന്നെ അതന്നെ അതന്നെ എന്നിപ്പോ പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ഇവറ്റങ്ങളെല്ലാം കൂടിയിട്ട് അപ്പൊ ഇവരെ കൃത്യമായ പ്ലാനിങ്ങോട് കൂടി അനുമോളെ തോൽപ്പിക്കുക, അനുമോളെ പുറത്തേക്ക് നെഗറ്റീവ് ആക്കുക എന്നുള്ള പ്ലാനിങ്ങൾ സക്സസ് ആയി എന്നുള്ള സന്തോഷത്തിൽ ഇരിക്കുമ്പോഴാണ് ഇവിടെ ഇന്നലെ നേരെ തിരിഞ്ഞത് സംഭവവികാസങ്ങൾ അവരെ കയ്യിൽ നിന്നൊന്ന് വിട്ടുപോയത്. ആ വിട്ടുപോയതിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ ശൈത്യക്ക് ആകെ പെട്ടു എന്ന് മനസ്സിലായി. ഇന്നലെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ശൈത്യ ആകെ പെട്ടുപോയി എന്ന് മനസ്സിലായി അനുമോളുടെ അടുത്ത് സംസാരിച്ച സമയത്ത്. ആ സമയത്ത് ശൈത്യ അവിടെ കിടന്ന് ഫയർ ചെയ്യുന്നുണ്ട്, ഞാൻ അനുഭവിക്കുന്നത് എന്റെ വീട്ടുകാർ അനുഭവിക്കുന്നത് എന്ന് പറഞ്ഞിട്ട്. എന്തനുഭവിച്ചു എന്നാ പറയുന്നത്? ഈ കട്ടപ്പ എന്നുള്ള വിളി അനുഭവിച്ചു എന്നാണ് ഈ പറയുന്നത്. അപ്പൊ മോളൊക്കെ ഇനി വരുമ്പോ എന്താണൊക്കെ എടുക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് കേട്ടോ. ഇവരൊക്കെ പോസിറ്റീവ് ആവാൻ വേണ്ടിയിട്ട് വീടിനകത്തേക്ക് കയറിയിട്ട് അതിനും വലിയ നെഗറ്റീവായിട്ട് പുറത്തിറങ്ങുന്ന മത്സരാർത്ഥികളെ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ആകപ്പാടെ കൂടിയിട്ട് അവിടെ പോസിറ്റീവ് ആയിട്ട് ഇറങ്ങുന്ന മത്സരാർത്ഥികൾ വളരെ ചുരുക്കമുള്ളൂ. വളരെ ആത്മാർത്ഥമായിട്ട് അനുമോളെ സപ്പോർട്ട് ചെയ്യാൻ മാത്രമല്ല അവിടെ ജെനുവിനായിട്ട് എല്ലാവരെയും സപ്പോർട്ട് ചെയ്ത് നല്ല രീതിയിൽ നിൽക്കുന്ന 3-4 പേര്, കയ്യിലെണ്ണാവുന്ന 3-4 പേര്. അതിലൊന്ന് ലക്ഷ്മിയാണ്. ലക്ഷ്മി എല്ലാവരുടെ അടുത്തും ഒരുപോലെ നിൽക്കുന്നുണ്ട്. അനുമോളുടെ അടുത്ത് ഇന്നലെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ സമയത്ത് നീ മറ്റുള്ളവരെ നന്നാക്കാനായിട്ട് പോയിട്ട് ഒരു കാര്യമില്ല, നിനക്ക് അവരെ ആരെയും ഇപ്പോ അതിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ സാധിക്കില്ല. പ്രത്യേകിച്ച് ശൈത്യനൊക്കെ നീ കാരണമല്ല ശൈത്യക്ക് അങ്ങനെ ഒരു നെഗറ്റീവ് ഇമേജ് വന്നിട്ടുള്ളത്. അത് നിനക്കിപ്പോ സംരക്ഷിക്കാൻ കഴിയില്ല. ഈ സമയത്തൊന്നും അവരുടെ അടുത്ത് പോയിരുന്ന് സംസാരിക്കേണ്ട ആവശ്യകതയില്ല. ഈ ടോപ്പിക്കുകളൊന്നും തന്നെ ഇപ്പൊ നീ നിന്റെ കാര്യം മാത്രം നോക്കുക എന്ന് കൃത്യമായിട്ട് ലക്ഷ്മി അവിടെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് അനുമോളുടെ അടുത്ത്. അതുപോലെ അഭിലാഷ്, ഒനീല്, അങ്ങനെ പ്രവീൺ, പിന്നെ എനിക്ക് തോന്നുന്നു അല്പസ്വല്പം മസ്താനി, ഇവരൊക്കെ തന്നെയാണ് അവിടെ സപ്പോർട്ടായിട്ട് അനുമോളുടെ കൂടെ നിൽക്കാനും എല്ലാവരുടെ അടുത്തും ഒരുപോലെ പെരുമാറാനും കാണുന്നുണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാവരും അനുമോളുടെ അടുത്തുള്ള ഒരു എന്തോ ചെയ്യാ, അനുമോൾ ജയിച്ചിരുന്ന എന്ത് സംഭവിക്കുന്ന ആലോചിച്ചുകൊണ്ട് നെഞ്ചത്തടിച്ച് കരഞ്ഞ് അല്ലെങ്കിൽ ഉറക്കത്തിൽ പിച്ചിപ്പേയും പറയാണ് ഇനിയോ അനുവിന് ജയിക്കോ എന്നുള്ള പേടിയുണ്ട്. എന്താണ് ഇവരുടെ പ്രശ്നം ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയില്ല. എല്ലാവർക്കും അനുമോൾ ജയിക്കരുത് എന്നൊരു വാശി മാത്രമാണുള്ളത്. ഈ പറയുന്ന നൂറ ഇന്നലെ ഇരുന്ന് അക്ബറിന്റെ അടുത്ത് ഇരുന്ന് രാത്രി ഇരുന്ന് ഓതി കൊടുക്കാണ്. അനുമോൾ അങ്ങനെ പറഞ്ഞു, അനുമോൾ ഇങ്ങനെ പറഞ്ഞു, പല കാര്യങ്ങളും എനിക്ക് ഇവിടെ വെച്ച് പറയാൻ പറ്റില്ല, പുറത്തിറങ്ങിയിട്ട് പറയാം, അവള് പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോവും. എങ്കിൽ പിന്നെ അതങ്ങ് വിളിച്ച് പറയണം. അവിടെ ആദ്യം ഇറങ്ങുന്ന സമയത്ത് വിളിച്ച് പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങളില്ലേ അതൊക്കെ വിളിച്ച് പറയണമായിരുന്നു. നൂറയ്ക്ക് തോന്നിയ കാര്യങ്ങളൊക്കെ വിളിച്ച് പറയണമായിരുന്നു. അപ്പൊ പിന്നെ ഈ പ്രേക്ഷകർക്ക് ഇനിയിപ്പോ വേറെ ആർക്കും വോട്ട് ചെയ്യേണ്ട, അനുവിന് മാത്രം വോട്ട് ചെയ്താൽ മതി എന്നുള്ളൊരു തീരുമാനത്തിലെത്താൻ കഴിഞ്ഞേനെ. അപ്പൊ പിന്നെ ഇപ്പൊ അനു ജയിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനിയിപ്പോ എന്തെങ്കിലും അത്ഭുതങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ട് വേറെ ആരെങ്കിലും ജയിക്കുമെന്ന് എനിക്കറിയില്ല. എന്തായാലും അനുവിന്റെ വിജയം അവിടെ കൂടുതൽ ഇതായേനെ എന്നാണ് എനിക്കൊരു തോന്നിയ കാര്യം. ഇവരൊക്കെ അങ്ങ് വിളിച്ച് പറഞ്ഞിരുന്നെങ്കിൽ, വിളിച്ച് പറയാതെ ഇരുന്നതാണ് എനിക്കിപ്പോൾ മോശമായിട്ട് തോന്നുന്നത്. കാരണം ഇവൾമാരുടെ എല്ലാവരുടെയും തനി കോണം മനസ്സിലാക്കിയ ദിവസങ്ങളാണ് ഈ ഒരു ദിവസങ്ങൾ എന്ന് പറയുന്നത്, ഈ ഒരു വീക്ക് എന്ന് പറയുന്നത്. ഓരോരുത്തരുടെയും വൃത്തികെട്ട ഫേസുകൾ, നമ്മൾ വിചാരിക്കാത്ത ഇഷ്ടപ്രകാരം കാര്യങ്ങൾ ഇവർ പറയുന്നുണ്ടായിരുന്നു. അതായത് ഓരോന്ന് കൃത്യമായി പ്ലാൻ ചെയ്ത് അനുവിനെതിരെ ഇവരെങ്ങനെ ആയുധമാക്കിയിട്ട് ഇങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരു വെട്ടും അനുവിന് ഏൽക്കുന്നുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. വെട്ടാനായിട്ട് ഇവരിങ്ങനെ വാള ഒങ്ങി എന്നല്ലാതെ ഒരു വെട്ടും അനുവിന്റെ ദേഹത്ത് കൊണ്ടില്ല. അനു ആണ് അവിടെ സ്ട്രോങ് ആയിട്ട് നിന്നത്. ഇന്നലെ ശൈത്യ എന്തൊക്കെ കാണിച്ചു കൂട്ടി, പക്ഷെ അനുവിന്റെ പല ചോദ്യങ്ങൾക്ക് മുന്നിലും ശൈത്യ അവിടെ പതറിപ്പോകുന്നത് കാണാനായിട്ട് സാധിച്ചു. ഈ പുറത്തിറങ്ങിയിട്ട് ആതിര പറയാണ് അനുമോള് ഫേക്ക് ഫ്രണ്ട് ആയിരുന്നു, ഷാനവാസ് ഡ്രാമ ആയിരുന്നു, ഈ അനുമോള് ഡ്രാമയായിരുന്നു, രണ്ടുപേരും ഞാൻ ആത്മാർത്ഥമായി സ്നേഹിച്ചു, പക്ഷെ അവരെന്നെ സ്നേഹിച്ചത് ഒറിജിനൽ ആയിരുന്നില്ല എന്ന്. അവരെ രണ്ടുപേരെയും കുറ്റം പറയാനായിട്ട് നിങ്ങൾക്ക് ഒരു യോഗ്യതയില്ല മക്കളെ. അവർ രണ്ടുപേരും നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിച്ചത്, ആത്മാർത്ഥമായിട്ടാണ് കൂടെ നിന്നത്. അവരെ ചാരി നിന്ന് നിങ്ങൾ ഇവിടം വരെ എത്തിയതിനു ശേഷം ഇനി അവരെ വെട്ടിയിട്ട് എങ്ങനെ മുന്നേറാം എന്ന് ചിന്തിച്ചവരാണ് നിങ്ങൾ. അതായത് അനുവിനെയും ഷാനവാസിനെയും തോൽപ്പിച്ചുകൊണ്ട് ഇവർക്ക് മുന്നിലേക്ക് എത്തണമായിരുന്നു. അതിനു വേണ്ടിയിട്ടുള്ള നിങ്ങൾ ചവിട്ടുപടികൾ കയറാൻ ശ്രമിച്ചത് അവരെ വെട്ടി വീഴ്ത്താനാണ് നിങ്ങൾ ശ്രമിച്ചത്. അവിടെ ഷാനവാസും അനുമോളും അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരുപാട് അവരുടെ ഭാഗത്തുനിന്ന് തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷെ നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ അവരൊരു കള്ളവും കാണിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഷാനവാസ് നിങ്ങൾ അത്രയും സ്നേഹിച്ചു കൂടെ നിർത്തി, പക്ഷെ നിങ്ങൾ അത് ആ വ്യക്തിക്ക് തിരിച്ചു കൊടുത്തത് അതിലും വലിയ ഒരു
ബാണ്ടക്കെട്ടാണ് നിങ്ങൾ തിരിച്ചു കൊടുത്തത്. ഒരിക്കലും ക്ഷമിക്കാൻ പറ്റാത്തത്. ഷാനവാസൊക്കെ വിങ്ങിപ്പൊട്ടുന്നുണ്ട്. പുറത്തിറങ്ങി കഴിഞ്ഞാൽ നിങ്ങളുടെയൊക്കെ ഈ തനി കൊണ്ട് അറിയുന്ന സമയത്ത് ഷാനവാസിന്റെ മനസ്സൊക്കെ അത്രയും വേദനിക്കും. എന്നുവെച്ചാൽ നിങ്ങൾ എന്തിനു സ്നേഹിച്ചു എന്നുള്ളതുകൊണ്ട് ഈ ഒരു തരത്തിലും അവിടെ അനുമോള് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിൽ പോലും നിങ്ങളുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിൽ മായം കലർത്തിയിട്ടില്ല അനുമോൾ എന്നുള്ളത് നിങ്ങൾക്ക് പുറത്തിറങ്ങി കഴിഞ്ഞാൽ മനസ്സിലാവും. പക്ഷേ അത് തിരിച്ചറിഞ്ഞാൽ പോലും തിരിച്ചറിഞ്ഞില്ല എന്ന് നടിക്കാനേ ഇനി നിങ്ങളെ കൊണ്ട് സാധിക്കൂ. കാരണം അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ മോശക്കാരാണെന്ന് നിങ്ങൾ സ്വയം സമ്മതിക്കേണ്ടി വരും. അത് സമ്മതിക്കാനായിട്ട് നിങ്ങൾ എന്തായാലും നിന്ന് കൊടുക്കില്ലല്ലോ. അപ്പൊ നിങ്ങൾ അപ്പോഴും അനുമോൾക്കെതിരെ നിങ്ങൾ ഇനി നിൽക്കുള്ളൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. കാരണം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ മോശക്കാരികളാവും എന്നുള്ളതുകൊണ്ട്. അപ്പോൾ അനുമോൾക്കും ഷാനവാസിനും എതിരെയാണ് ഇപ്പൊ നിങ്ങൾ നിൽക്കുന്നത്. അവരെ വെട്ടി മുന്നേറണം എന്നുള്ള ദുരാഗ്രഹമാണ് നിങ്ങളുടെ മനസ്സിലുള്ളത്. ഇപ്പൊ സത്യം പറയുകയാണെങ്കിൽ നൂറ എന്ന് പറയുന്ന വ്യക്തി ഇപ്പൊ ടോപ്പ് 6 വന്ന് നിൽക്കുന്നുണ്ട്. ഞാൻ പറയും ടോപ്പ് 5 വരാൻ യോഗ്യതയില്ലാത്ത മത്സരാർത്ഥിയാണ് നൂറ എന്നുള്ളത്. നൂറ ഒരിക്കൽ പോലും ടോപ്പ് 5 വരാൻ യോഗ്യതയില്ലാത്ത മത്സരാർത്ഥിയാണ്. കാണാൻ ഭംഗിയുണ്ടെന്നുള്ള പേരിൽ കുറെ വോട്ടുകളും പിന്നെ ഇപ്പൊ ആദിലയും നൂറയും കൂടി ഒരുമിച്ചുള്ള വോട്ടുകൾ ഇനിയിപ്പോ നൂറയിലേക്ക് എത്തിച്ചേരും എന്നുള്ളത് കൊണ്ട് മാത്രം അവിടെ നിൽക്കുന്നു. ഇനി ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ടോപ്പ് 3 നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അനുമോള്, അനീഷ്, ഷാനവാസ്, പിന്നെ എനിക്ക് തോന്നുന്നു അക്ബറും നെവിനും വരട്ടെ. അല്ലാതെ ഈ പറയുന്ന നൂറയ്ക്ക് അവിടെ ഒരു യോഗ്യതയില്ല. ഇവരുടെ ആഗ്രഹം എന്ന് പറയുന്നത് ഷാനവാസിനെയും അനുമോളെ കടത്തി വെട്ടി മുന്നിലോട്ട് വരണം എന്നുള്ളതാണ് ഇവരുടെ ആഗ്രഹം എന്ന് പറയുന്നത്. ഷാനവാസൊക്കെ അതുപോലെ ഫാൻ സപ്പോർട്ട് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. ഇവരുടെ കൂടെ കൂടിയിട്ടാണ് ഷാനവാസിന്റെ ഒക്കെ ഫാൻ സപ്പോർട്ട് നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഈ ഷാനവാസിനെ വെട്ടി ഇവർ ഷാനവാസിന്റെ മുന്നിലേക്ക് വരാ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്. ഇവരെപ്പോഴും ഷാനവാസിന്റെ താഴെ തന്നെ നിൽക്കാനായിട്ട് യോഗ്യതയുള്ള മത്സരാർത്ഥികളാണ്. ഒരു പക്ഷേ ഷാനവാസിന് മുന്നിലേക്ക് ഇവർ വന്നു കഴിഞ്ഞാൽ ഇവരുടെ അഹങ്കാരം എന്തായിരിക്കും? ഷാനവാസൊക്കെ ഇത്രയും വർഷങ്ങൾ കൊണ്ടുണ്ടാക്കിയെടുത്ത ആ ഒരു ഇമേജ്, ആ ഒരു ഇഷ്ടം, ഇതൊക്കെ ഇവരുടെ കൂടെ നിന്നിട്ട് നഷ്ടപ്പെട്ടതാണ് ഷാനവാസിനെ. അല്ലാന്നുണ്ടെങ്കിൽ ഷാനവാസൊക്കെ 1ാം സ്ഥാനത്തിന് വേണ്ടിയിട്ട് മത്സരിക്കേണ്ട ഒരു മത്സരാർത്ഥിയായിരുന്നു. ഇവിടെ ഷാനവാസിനെ നഷ്ടപ്പെട്ടത് ഇവരുടെ കൂടെ നിന്നതുകൊണ്ടാണ്. എന്നിട്ട് ഇവർക്ക് ഷാനവാസിനെ വെട്ടിവീഴ്ത്തണം. അതുകൊണ്ട് തന്നെ എന്റെ മനസ്സിലൊരു ആഗ്രഹം എന്ന് പറയുന്നത് അവിടെ ഷാനവാസ് ഇവരെക്കാൾ മുന്നിൽ ഒരു സ്ഥാനമെങ്കിലും മുന്നിൽ ഷാനവാസ് നിൽക്കണം എന്നുള്ളതാണ്. നൂറയേക്കാൾ ഒരു സ്ഥാനമെങ്കിലും ഷാനവാസ് മുന്നിൽ നിൽക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. എന്തായാലും അനുമോളെ കടത്തിവെട്ടാനായിട്ട് ഇവർക്ക് സാധിക്കില്ല. അതിന്റെ അസൂയയും കുശുമ്പും ഇവരിൽ നന്നായിട്ട് കാണുന്നുണ്ട്. ഇത്രയും നാളും കൂടെ ഫ്രണ്ടായി നടന്ന ഒരാള് പെട്ടെന്ന് ആ ആളാണ് വിജയിക്കുക എന്ന് പറഞ്ഞപ്പോ ഇവരെ കൊണ്ട് എന്താ പറയാ സഹിക്കാൻ പറ്റുന്നില്ല. ഇതിനെയാണോ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്? ഇതാണോ ഇവിടെ ആദ്യം പറഞ്ഞത് ഞങ്ങൾ റിയൽ ആയിട്ടാണ് സ്നേഹിച്ചതെന്ന്? റിയൽ ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ അനു ജയിക്കുമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ അത്രയും സന്തോഷിക്കുകയാണ് വേണ്ടത്. ഓ, ഞങ്ങളുടെ ഗ്രൂപ്പിൽ നിന്ന് ഒരാൾ വിജയിക്കുന്നു എന്നുള്ള സന്തോഷമാണ് ഞങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ നിങ്ങൾ അവളെ എങ്ങനെ തോൽപ്പിക്കാം എന്ന് ആലോചിച്ചുകൊണ്ട് ഇല്ലാത്തതും ഉള്ളതും എന്തൊക്കെയോ കൂട്ടിയും കുറച്ചും ഒക്കെ നിങ്ങൾ അവിടെ പറഞ്ഞുണ്ടാക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പൊ പിന്നെ നിങ്ങളൊക്കെ എങ്ങനെയാണ് പ്രേക്ഷകർ വിശ്വസിക്കേണ്ടത്? അവിടെ കാണിച്ചു കൂട്ടിയതൊക്കെ ഞങ്ങൾ കണ്ടു. വന്നു കയറിയവരിൽ ഓരോരുത്തരും കാണിച്ചു കൂട്ടുന്നത് ഞങ്ങൾ കണ്ടു. ആര്യനും ജിസയിലൊക്കെ ഇന്നലെ എന്തായിരുന്നു അനുമോളെ കളിയാക്കിയിട്ട് ചിരിക്കുന്നുണ്ടായിരുന്നത്. അപ്പൊ എല്ലാവരുടെയും ലക്ഷ്യം എന്ന് പറയുന്നത് അനുമോളെ തോൽപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ബിഗ് ബോസ് വീട്ടില് അനുമോൾ വെസസ് ഒരു 20 മത്സരാർത്ഥികൾ എന്ന് പറയേണ്ടി വരും. അങ്ങനെയുള്ള ഒരു മത്സരമാണ് ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി വെറും 2 ദിവസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥി വിജയിക്കണം എന്നുണ്ടെങ്കിൽ മാക്സിമം വോട്ട് ചെയ്തേ പറ്റൂ. അനീഷും അനുമോളും തമ്മിൽ അതുപോലെ കട്ടയ്ക്ക് മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഘട്ടത്തിൽ അനുമോൾ മുന്നേറും, ഒരു ഘട്ടത്തിൽ അനീഷ് മുന്നേറും എന്നുള്ള തരത്തിൽ അതുപോലെ കട്ടയ്ക്ക് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അനുമോള് വിജയിക്കണം എന്നുണ്ടെങ്കിൽ അതുപോലെ നിങ്ങൾ ഈ 2 ദിവസവും അതുപോലെ വോട്ട് ചെയ്തേ നടക്കുള്ളൂ. ഇവരുടെ മുന്നിൽ അനു തല കുമ്പിട്ട് നിൽക്കേണ്ട ഒരു അവസ്ഥ വരരുത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.